ഹലോ. അപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഡേയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കുട്ടൻ്റെയും അപ്പാപ്പൻ്റെയും ഫീസ്റ്റ് ഡേ, അതായത് അവർ സെബാസ്റ്റ്യൻ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഏതൊരു ക്രൈസ്തവനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും നമുക്ക് ബർത്ത്ഡേ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫീസ്റ്റ് ഡേ. അതായത് അവരുടെ മാമോദീസയ്ക്ക് ഇടുന്ന വിശുദ്ധൻ്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ പേര്, അതിൻ്റെ നാമഹേതുക തിരുനാളാണ്. വിശുദ്ധൻ്റെ നാമഹേതുക തിരുനാൾ എന്നാണോ അന്ന് നമ്മുടെ ഫീസ്റ്റ് ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ വർഷവും സേവക്കൂട്ടം ജനിച്ച് ആ വർഷം തുടങ്ങി നമ്മളിവിടെ മുടങ്ങാതെ ഇത് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഇത് അമ്പെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ജാനുവരി 20 അടുത്ത് വരുന്ന സൺഡേ ആണ് നമ്മുടെ പള്ളികളിൽ ഇത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ അന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ തിരുക്കർമ്മങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് ഒപ്പം തന്നെ അമ്പെടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അമ്പെടുത്ത് നമ്മുടെ കുഞ്ഞുമക്കൾ അവരുടെ നിയോഗങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിന് സമർപ്പിക്കുന്നതാണത്. അതാണ് നമ്മുടെ ഇതിൻ്റെ ആദ്യത്തെ ഒരു തുടക്കം. എല്ലാ വർഷവും നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ അർത്തുങ്കലിൽ പോയി എടുക്കാറുണ്ട്. ഇത്തവണ അർത്തുങ്കലിൽ പോകാൻ പറ്റിയില്ല. അതിന് ശേഷം നമ്മൾ ജനുവരി 20 ഞാൻ ഇതിൻ്റെ വ്ലോഗ് ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. നമ്മുടെ അമ്മമ്മയുടെ ഓർമ്മ ദിവസം അന്ന് തന്നെയാണ് ഇവരുടെ ഫീസ്റ്റ് ഡേയും വരുന്നത്. അപ്പോൾ നമ്മൾ അമ്മമ്മയുടെ ഓർമ്മദിന പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഈ ഒരു ഫീസ്റ്റ് ഡേ പ്രെയർ ചെല്ലാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിൻ്റെ ഡാഡിയുടെ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഡാഡിയുടെ അമ്മയുടെ ആയിരുന്നു ഓർമ്മദിനം. അപ്പോൾ ഈ അപ്പാപ്പൻ്റെയും മോൻ്റെ, അതായത് സെബക്കൂട്ടൻ്റെ അപ്പാപ്പൻ്റെയും ഏട്ടൻ്റെ പപ്പയുടെയും മോൻ്റെയും ഒരു ദിവസമാണ്. അവർ രണ്ടുപേരും സെബാസ്റ്റ്യന്മാരാണ്. അപ്പോൾ അത് ജനുവരി 20 ഞങ്ങൾ വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ച് കൂടുന്നതാണ്. അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു മധുരം, അത് ഇന്നതെന്നില്ല, ചിലപ്പോൾ ഒരു മഞ്ചായിക്കോട്ടെ, അത് നമ്മൾ അന്നത്തെ ദിവസം ഓർത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ കേക്കായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് എന്താണോ ഒന്ന് ഒരുക്കാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും കൂടി, അവിടെയുള്ള പിള്ളേരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഒരു മധുരം പങ്കുവയ്ക്കുന്നതാണ്. സാധാരണ പാപ്പനും മോനും കൂടിയാണ് കേക്ക് മുറിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ അവിടെ നമ്മുടെ എല്ലാ കസിൻസിലുള്ള പിള്ളേരെയും വിളിച്ച് നിർത്തി എല്ലാവരും കൂടെ ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ മക്കൾ തന്നെ അറിയും നമ്മുടെ മാമോദീസായ്ക്കിട്ട പേരെന്താണ്, അല്ലെങ്കിൽ അവരുടെ അപ്പാപ്പൻ്റെ കൂടെ നിന്ന് മുറിക്കുമ്പോഴുള്ളൊരു സന്തോഷമൊക്കെ, അതൊക്കെ ഒത്തിരി നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എല്ലാ വർഷവും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്